ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിനാ വന്നിട്ടുള്ളതൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയായിട്ടാണ്. ലഗൂൺ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ. ഇതെങ്ങനെയാണ് കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന അതിലും ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇതിനും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമൊന്നും പാർട്ടിയിലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ബിരിയാണിക്ക് വേണ്ടിക്ക് ഞാനിതാ 6 വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ബൾബ് വെളുത്തുള്ളി, 7 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 10-12 15ഓളം പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി. ഇനിയിപ്പോൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, കൈപ്പിഴ നിറയും, മല്ലിയില, പുതിനയില, 1 കപ്പ് തൈര്. 2 ചിക്കനിലേക്കാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാം, നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കും മുമ്പേ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഗീയും കൂടിയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഈ 6 ഉള്ളിയിൽ നിന്ന് ഞാൻ 4 ഉള്ളി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതൊരു ഫ്രൈ ആക്കി എടുക്കുക. ബാക്കി 2 ഉള്ളിയാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചധികം മസാല വേണം, കുറച്ചധികം ഫ്രൈസിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ 8 ഉള്ളി വരെ എടുക്കാൻ പറ്റുമേ. ഞാനിപ്പോൾ ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള 2 ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. കാര്യം ഈ ഒരു ഉള്ളിയിൽ നല്ലോണം സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ ആക്കാൻ വെച്ച ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കില്ലേ കുറച്ചധികം കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തെടുക്കുക. ഇത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലും കാഷ്യൂനട്ടിൻ്റെയും കിസ്മസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ബിരിയാണിക്ക് ആ ഒരു കാഷ്യൂനട്ടിൻ്റെ എല്ലാം ഫ്ലേവർ ഇറങ്ങും ആ ഒരു റൈസിന്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയെല്ലാം കോരിയെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലേക്കില്ലേ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ലഗൂൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഓൾറെഡി എൻ്റെ കയ്യിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിട്ടുണ്ടായിന്, അത് ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. ഇത് ചെറിയ പീസ് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലില്ലേ കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയം വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക. സാധാ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പം എക്സ്ട്രാ ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനില്ലേ ഇപ്പം 4 ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ട്. 4 കപ്പ് 1 കിലോ അരിൻ്റെ അളവാണ് പറയുന്നത്. അപ്പം 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5. ഇപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പിൻ്റെ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ കഴുകി ഊറ്റിയെടുത്ത റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും കൈമ റൈസാണ് എടുക്കൽ. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉള്ളൊരു റൈസാണ് അത്. അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ടില്ലേ ഇത് നല്ലോണം തിളച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. തിളച്ചിട്ട് ഈ ഒരു ബബിൾസ് വരുന്ന സ്റ്റേജിലില്ലേ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര്, വിനെഗറോ ഏതെങ്കിലും ഒന്ന് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. റൈസിന് തൂവെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലാക്കുക. ഈ ഒരു സ്റ്റേജിൽ വേണം ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. അരി പൊട്ടിപ്പോവും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ 5-10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ റൈസ് കുക്കായിട്ട് വരും. അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഉള്ളി വഴറ്റാനിട്ട് കൊടുത്തിട്ടില്ലേ അത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബിരിയാണിക്ക് എപ്പോഴും ഇല്ലേ പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടില്ലേ ഇത് റോസ് സ്മെല്ല് മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതാണ്ടില്ലേ നമ്മൾ ഉള്ളി ഈ ഒരു
രീതിയിൽ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി കുക്കാക്കാണ്ട് ഇത് ഫുള്ളായിട്ട് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ വിസിലയിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുമേ. അപ്പോൾ ഇതാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഞാനിതാ ചെറിയ സൈസിലുള്ള 3 തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കലാണ്. ബിരിയാണിക്ക് എപ്പോഴും തക്കാളിൻ്റെ അളവ് കുറച്ചാലാണ് ബിരിയാണി കാണാനും നല്ല ലുക്ക് ഉണ്ടാവുക. അതിന് പകരം പുളിക്ക് പകരം നമ്മൾ തൈരും അതുപോലെ ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കും. അപ്പോൾ ഓരോരോ കാര്യം ഉണ്ടാക്കുമ്പോൾ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പം ഡിഫറൻറ്റ് അളവിലായിരിക്കും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുക. ചില കറികൾ ഉണ്ടാക്കുമ്പം തക്കാളിൻ്റെ അളവ് ഞാൻ കൂട്ടിയിട്ട് കൊടുക്കലുണ്ട്. കാര്യം ബീഫ് വരട്ടിയതെല്ലാം ഉണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുമ്പം തക്കാളി കുറച്ചെടുക്കുക അങ്ങനെ. അപ്പോൾ ഇതാ തക്കാളിയും കൂടി കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുത്ത്. ഇനിയില്ലേ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ഫെനൽ സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ഗരം മസാല പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. എന്നാലാണ് കൂടുതൽ ഫ്ലേവർ ഈ ഒരു ചിക്കനിലേക്ക് പോവുക കേട്ടോ. ഇത് മട്ടനെല്ലാം ഉള്ള പോലെ നല്ല വേവുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ 3/4 കപ്പോളം നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടില്ലേ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടില്ലേ, അതിൽ നിന്നും പകുതി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ ഈ ടൈം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിഴിഞ്ഞ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മസാല എല്ലാം കുക്കായ ശേഷം ലാസ്റ്റ് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പിഴിഞ്ഞ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുക. എൻ്റെ അത് കുറച്ച് ചെറിയ കുക്കറാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ കുക്കറിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 6-7 വിസിൽ വരെ വേവിക്കുക നിങ്ങളെ കുക്കറിനനുസരിച്ചിട്ട്. ഇത് അത്യാവശ്യം വേവുള്ളതാണ്, അപ്പം നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ലഗോൺ ചിക്കനിൽ വേവാണ്ട് ടേസ്റ്റ് കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷെ വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം അല്ലേ. അധികം പണ്ടെല്ലാം കല്യാണ വീടുകളിൽ ഈ ഒരു ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാവുക. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പം കല്യാണ വീട്ടിൽ കിട്ടുന്ന ബിരിയാണിയിലും ഭയങ്കര ടേസ്റ്റ് ടൈമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലേ ആൽബ ലേണിങ്ങിലെ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായിട്ട് ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോ കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിലാണ് അവർ ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവർ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നത്തെ മത്സര ലോകത്തിൽ ഓരോ കുട്ടിക്കും വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുക എന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ആൽബ ലേണിങ്ങിനില്ലേ 1 to 1 ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെ പഠന നിലവാരം മനസ്സിലാക്കിയിട്ട് അവർക്കനുസരിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും ആൽബോ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കില്ലേ 30% ഫീസിൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സിലബസിലും ട്യൂഷൻ ലഭിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ഗൾഫിലുള്ള കുട്ടികളെല്ലാം എന്നുണ്ടെങ്കിൽ പ്രത്യേക പാക്കേജും ഇവർ കൊടുക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരായിരിക്കും ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ഡെമോ ക്ലാസ്സും ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇല്ലേ സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസിലും വിദ്യാർത്ഥികൾക്ക് ഏത് രാജ്യത്ത് നിന്നും കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷന് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 30% ഡിസ്കൗണ്ടും കൂടി ലഭിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഞാനത് വിസിലിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം നമ്മുടെ നെയ്ച്ചോറ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേണ്ട ഞാൻ ഇടയിലൊന്നും മിക്സാക്കി കൊടുത്തിട്ടില്ല. ഒരു 5-10 മിനിറ്റ് വെക്കുമ്പം തന്നെ ഈ ബബിൾസ് എല്ലാം ഹോൾസ് എല്ലാം വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. കാര്യം ഞാൻ ഇതിലേക്കാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഫ്ലേവറും സ്മെല്ലിലായിരിക്കും. കാര്യം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു റൈസിന് ഉണ്ടാവുക. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മസാലയും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 6-7 വിസിൽ. എന്നിട്ടില്ലേ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടാണ് ഉണ്ടാവുക മസാല. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ടില്ലേ മസാലയിൽ വെള്ളമെല്ലാം നല്ലോണം വറ്റിച്ചെടുക്കണേ. എന്നാലാണ് പെർഫെക്റ്റ്
ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാവുക. ചിലർ ആ വെള്ളത്തോടെ തന്നെ ദം ചെയ്തെടുക്കും, പക്ഷേ ടേസ്റ്റ് കുറയും. അത് കഴിച്ചവർ ചിലർ പറയും അങ്ങനെ തന്നെ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം മിക്സ് ആക്കിയിട്ട് വിസിലിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ ദം ചെയ്തെടുക്കാമെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുക. മസാല എല്ലാം നല്ല വരണ്ടിട്ട് ഭയങ്കര ഫ്ലേവറിൽ നമുക്ക് നമ്മൾ ഇപ്പം ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ അത് വായിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും ഇതാര ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അത്രയും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, പണ്ടെല്ലാം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പം ചില ആൾക്കാരെങ്കിലും പറയലുണ്ട് അങ്ങനെയൊന്നല്ല ഇങ്ങനെയൊന്നല്ല. പക്ഷെ ഇപ്പം അവർ തന്നെ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ മനുഷ്യന്മാരില്ല, ഓരോന്ന് ട്രൈ ആക്കുമ്പോഴാണ് കൂടുതൽ പുതിയ പുതിയ അറിവ് കിട്ടുക. നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നിന്നതിനാൽ ഒരിക്കലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയോ ടേസ്റ്റോ നിങ്ങൾക്ക് രുചിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പം പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ലൈഫിൽ കഴിച്ച ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റി ബിരിയാണി ഇതാണ്. അപ്പം ഞാൻ എന്നെ പൊക്കി പറയുന്നല്ല, ബിരിയാണി എപ്പോഴും മസാല നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാകുമ്പോഴാണ് ദമ്മിടുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ആദ്യം മസാല ഇട്ട് കൊടുത്തു, അതിന് മുകളിലായിട്ട് മല്ലിയില പുതിനയില കുറച്ച് ഫ്രൈ ആക്കി വെച്ച ഉള്ളി, എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ഗരം മസാല പൗഡർ, ഉള്ളി, മല്ലിയില പുതിനയില, കുറച്ച് ഗീ, വീണ്ടും അടുത്ത ലെയറായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഗരം മസാല പൗഡർ, ഫ്രൈ ആക്കി വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ മല്ലിയില പുതിനയില, എന്നിട്ട് കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ദം ചെയ്തെടുത്തതിനാൽ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാവുക. ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊരു അടിപൊളിയാണെന്നറിയോ, ഇത് ഓപ്പണാക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മിക്സ് ആക്കുന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കല്യാണ വീടുകളിലെല്ലാം ചെയ്യുന്ന പോലെ വേറെ പ്ലേറ്റിൽ റൈസും വേറെ പ്ലേറ്റിൽ മസാലയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പം ഇത് മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇപ്രാവശ്യത്തെ ഇതിനോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിനായിട്ട്. പിന്നില്ലേ നിങ്ങളെ കമൻസും കാര്യങ്ങളെല്ലാം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അതുകൊണ്ട് തന്നെ ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് ഇടാട്ടോ. പിന്നെന്താ, ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്യാലാണ്. ഭയങ്കര മൊത്തത്തിൽ അതും വീട്ടിന് പുറത്ത് പോലും പോകുന്നവർ പോലും ചോദിക്കും ആ വീട്ടിൽ ബിരിയാണിയാണ് വെച്ചിരുന്ന. അത്രയും അടിപൊളി സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ബിരിയാണിയാണ്. എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കട്ടെ. പിന്നെ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ്, ബിരിയാണി റെസിപ്പീസും മന്തി റെസിപ്പീസെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബൈ.